ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംദാൻ ദിന ആശംസകൾ ഞാൻ നേരുന്നു. അങ്ങനെ ഇന്നാണെങ്കിൽ ഞാൻ ഇന്ന് പറയുന്നത് ബിഗ് ബോസിലെ 27ാമത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ ഇന്ന് വന്നിട്ടുണ്ട്. ഭയങ്കര കലിപ്പിലാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ലാലേട്ടന് ഇന്ന് കുറേ പേർക്ക് ശരിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ കിച്ചണിനകത്ത് ഗ്യാസ് തുറന്ന് അത് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം, അപ്പോൾ അതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരാണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ സംഭവം ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അങ്ങനെ പലരോടും ചോദിക്കുന്നുണ്ട്, ശ്രീരേഖയോടും യമുനയോടും എല്ലാം ചോദിക്കുന്നുണ്ട്. ആരാണെന്ന് ഇതിന് കാരണമെന്ന് അവർക്കറിയത്തില്ല എന്നുള്ള ഇതാണ് പറയുന്നത് എല്ലാവരും. ഗബ്രിയോടും ചോദിക്കുന്നുണ്ട് ആരാണെന്ന്, ഗബ്രിക്കും അറിയത്തില്ല. അങ്ങനെ ജാസ്മിനോട് ചോദിക്കുന്നു, ജാസ്മിനും അറിയത്തില്ല എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അങ്ങനെ പലരോടും പിന്നെ ജിൻഡോയാണെ തലേദിവസം തന്നെ അവിടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ജിൻഡോ പറഞ്ഞു, ഞാനാണ് എന്നും വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. ജിൻഡോയോട് ചോദിച്ചപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാൻ നോക്കുന്നതാ ലാലേട്ടാ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല ഇന്നലെ ഞാൻ നോക്കിയില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളല്ലേ എന്നും വന്ന് നോക്കി എല്ലാവരും പറയും അവിടെ എല്ലാം കിച്ചണിൽ ലാസ്റ്റ് വന്നെല്ലാം നോക്കി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നലെ എന്താ ചെക്ക് ചെയ്തില്ലയോ? അങ്ങനെയുള്ള ഒരു ഇതിലാണ് ലാലേട്ടൻ അതിനെ ചോദിച്ചത്. ജിൻഡോയാണെങ്കിൽ കുറച്ച് ചമ്മി. അപ്പോൾ അങ്ങനെ ഇതായിട്ട് ആർക്കും അറിയത്തില്ല, ഇത് ആരാണെന്നും കണ്ടുപിടിക്കുന്നില്ല. പക്ഷേ ഇവർക്കറിയാമല്ലോ, ഇവർ സർവ്വസമയം അവിടെ ഓരോന്നും എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലാലേട്ടനും ഒക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാൽ ശരി, ആരാന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്ലേ ചെയ്തു കാണിച്ചു വീഡിയോ. ഇവർ ഈ തലേദിവസത്തെ ഈ കിച്ചൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെയാണെങ്കിൽ കുറേ പേര് നിൽക്കുന്നു. കുറച്ച് പേര് ഒരു സൈഡിൽ, ഒരു 3-4 പേര് അങ്ങനെ ഈ കുറച്ച് റൗണ്ടായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ സ്റ്റൗവിൽ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ മുട്ട എങ്ങാണ്ട് ഓംലേറ്റ് ചെയ്യുന്നതാണ് അതിൽ കാണുന്നത്. അപ്പോൾ അതിനകത്ത് മുട്ട ഇട്ടിട്ട് അതങ്ങനെ മുട്ട തിരിച്ചിടുന്ന കാണുന്നില്ല. അത് ഒരു സൈഡ് അങ്ങനെ നമ്മൾ ഓംലേറ്റിൻ്റെ ഒഴിച്ച് ഒരു സൈഡ് വേഗം അടുത്ത തിരിച്ചിടണം. ആ ഒരു സമയമായപ്പോഴത്തേക്കിന് അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട്, ആ പാനോടെ അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട് നമ്മുടെ ജാസ്മിന്. പക്ഷേ ഈ സ്റ്റൗ ഓഫ് ചെയ്യുന്നില്ല. ആ സമയത്ത് ഈ സ്റ്റൗ അങ്ങനെ കത്തിക്കൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ 3-4 പേര് നിൽപ്പുണ്ട്. അവരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ അങ്ങ് പോയി. ആരും ഈ കിച്ചണിൽ വന്ന് ഈ ഗ്യാസ് ഈ സ്റ്റൗ കത്തിക്കൊണ്ട് നിൽക്കുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, ഒന്നുമില്ല. രാത്രിയായി, അവരൊക്കെ പോയി അങ്ങ് കിടന്നു. ഇതാരും വന്ന് ശ്രദ്ധിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഇതങ്ങനെ കത്തി നിന്നു. അപ്പം നമ്മൾക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാൽ, ഇത് വന്നിട്ട് ബിഗ് ബോസ് ആണെങ്കിൽ അത് വന്ന് ഈ ഗ്യാസ് അവിടുന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിലിണ്ടർ അല്ലല്ലോ അവിടെ. അപ്പോൾ അവിടെ കണക്ഷൻ അവിടെ വിടുന്നിടത്തു നിന്ന് അവിടെ വെച്ച് ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഗ്യാസ് തീർന്നതും. പിറ്റേ ദിവസം വന്നപ്പോൾ ശ്രീരേഖ ഗ്യാസ് കത്തിക്കാൻ നോക്കുമ്പം പിന്നെ കത്താതിരുന്നതും ഈ ഒരു ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നതെന്നാൽ നമ്മുടെ ജാസ്മിനാണ് ഈ ഓംലേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി ഗ്യാസ് തുറന്ന് അവിടെ ഇരിക്കാനും ഇതിന് കാരണക്കാരി ജാസ്മിനാണ്. പക്ഷേ ഈ സംഭവം ഈ തലേദിവസം ഈ ഗ്യാസ് തീർന്നു അങ്ങനെയൊക്കെ പറയുമ്പോഴും ജാസ്മിൻ ദൂരം മാറി നിന്നിട്ട് ഒന്നും അറിയാമല്ലോ. ലാലേട്ടനും ബിഗ് ബോസിനും ഒക്കെ ഇത് നേരത്തെ അറിയാമല്ലോ ഈ സംഗതി. പക്ഷെ ആരും അത് സമ്മതിച്ചിട്ടില്ല. ലാസ്റ്റിൽ ആരാണ് അവിടെ സ്റ്റൗവിൽ ഗ്യാസ് കത്തിച്ചതെന്നോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയതെന്നോ ആരും അവിടെ പറയുന്നുമില്ല, ഒന്നുമില്ല. അതാണ് കാര്യം. ഇപ്പോൾ അപ്പോഴത്തേനും ജാസ്മിന് വന്നിട്ട് മനസ്സിലായി, എല്ലാവരും അറിഞ്ഞു എന്നുള്ള. പിന്നെ എന്താ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഇതായി, ലാലേട്ടാ ഞാൻ ഉറങ്ങിയില്ല ലാലേട്ടാ, ഇതാന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ജാസ്മിൻ്റെ ഒന്നും അറിയാത്ത പോലെ, ഒന്നും ഓർമ്മയില്ലായിരുന്നു. ജാസ്മിന് നല്ല ഓർമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും എന്ന് ഞാനത് കരുതുന്നത്. പല കാര്യങ്ങൾക്കും ജാസ്മിന് നല്ല ഓർമ്മയെന്ന് അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കുകയും പറയുകയും ചെയ്യും. പക്ഷേ ഇത് മാത്രം ജാസ്മിൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് അതിനൊന്നും ജാസ്മിൻ ഓർമ്മയില്ല. അതതിൽ മനസ്സിലാകുന്നത്. അങ്ങനെ ഇതായിട്ട് പറഞ്ഞു. ലാലേട്ടൻ വലിയ കലിപ്പിലായിരുന്നു, നന്നായിട്ട് ഷൗട്ട് ചെയ്തു ജാസ്മിനെ.
അതിനുശേഷം പിന്നെ സ്റ്റോർ റൂമിൽ അവിടെ വന്നിട്ട് ഒരാൾ ഈ ഗ്യാസ് ഈ ഫയർ ആകുമ്പോൾ സേഫ്റ്റിക്കായിട്ട് വെച്ചേക്കുമല്ലോ ഒരു സാധനം പ്രസ് ചെയ്യുന്ന നമ്മൾ ട്രെയിനിലും ഒക്കെ കാണാറുണ്ടല്ലോ അതങ്ങനെ ഇരിക്കുന്നത്. മെട്രോ ട്രെയിനിലും സാധാരണ ട്രെയിനിലും എല്ലായിടവും ഇങ്ങനെ വലിയ ഓഫീസുകളിലും എല്ലാം ഇപ്പോൾ സാധാരണയായിട്ട് ചെറിയ ഓഫീസിൽ ഇപ്പോൾ വീടുകളിൽ പോലും ഉണ്ട് ഈ സേഫ്റ്റി യുടെ ആ ഒരു സിലിണ്ടർ പോലത്തെ ഒരു സാധനമില്ലേ പ്രസ് ചെയ്യുന്ന സാധനം. എനിക്കതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ ജാസ്മിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ജാസ്മിൻ അതിൻ്റെ പണിഷ്മെൻ്റ് ആണോ എന്താണോ ജാസ്മിൻ അത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആവശ്യം വരുമ്പോൾ ഇനി ഇത് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു താക്കീതായിട്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ നല്ല കലിപ്പിലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പിലാണ്. പല പ്രശ്നമുണ്ട്, ഇത് മാത്രമല്ല പല പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ ആരോ ഈ വെളിയിലൊക്കെ പ്രേക്ഷകരൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഒത്തിരി ഓരോരുത്തരെ പ്രശ്നങ്ങൾ കൊണ്ടും പിന്നെ അവിടെ ചില കാര്യങ്ങളൊക്കെ കൊണ്ടും ആകെ എല്ലാവരും കലിപ്പില്ല. അപ്പോൾ അതിൻ്റെ കമൻറ്റുകളും ഇതുമല്ല ഇവരെല്ലാം സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ആരോ അയച്ചത് ഇങ്ങനെ കുടുംബവും കുട്ടികളുമായിട്ടൊന്നും ഇരുന്ന് കാണാൻ പറ്റുന്നില്ല, മഹാ ഇതായിട്ടുണ്ട്. അത് എടുത്ത് പറയുന്നത് വന്നിട്ട് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിലൊക്കെ എടുത്ത് പറയുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ കേട്ടിട്ട് ആകെ വിഷണരായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. വേറെ എന്ത് ചെയ്യാൻ പറ്റും? ലാലേട്ടൻ നല്ല കലിപ്പിലല്ലേ. അപ്പോഴാണ് ഇത് വളരെ മോശമായ കാര്യങ്ങളായി ഇതിനകത്ത് നിന്നുള്ള ഇതിലൊക്കെ വന്നിട്ട് വെളിയിൽ കമൻ്റ് നിറയുണ്ട്. അതിലൊരു കമൻ്റാണ് അത് വായിച്ചേക്കുന്നത്. അതിലവരൊക്കെ ചമ്മിയാണ് ഇരിക്കുന്നത്. എല്ലാവരുമേ പലരുടെ കാര്യമുണ്ട്, ഇവർ മാത്രമല്ല. പക്ഷെ ഇവരെ മാത്രം രണ്ടുപേരെയാണ് എടുത്ത് അതിൽ പറയുന്നതും. പിന്നെ ആണെങ്കിൽ ജിൻഡോയോടും ഗബ്രിയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. വഴക്ക് സമയത്താണ് ഈ രണ്ടുപേരും കൂടെ മോശമായ കാര്യങ്ങളൊക്കെയാണല്ലോ സംസാരിക്കുന്നത്. ഒക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഗബ്രിയെ വിളിച്ചപ്പോഴും ഗബ്രി ഇതുപോലെ തന്നെ പറഞ്ഞു. അത് അവർക്ക് എന്തോ കുറ്റബോധമുണ്ട്, പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ പിന്നെ ലാലേട്ടനാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് വന്നിട്ട് അല്ലേ ഇത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ ആക്രമിച്ചു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ ബാഡായിട്ടുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം. അപ്പോൾ ആണെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു ഇതൊക്കെ സഹിക്കാൻ തയ്യാറായിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്, അല്ലാതെ അതൊക്കെ അറിഞ്ഞിട്ടല്ലേ വന്നതെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വന്നിട്ട് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പിന്നെയാണ് ഇവർ ഗബ്രിയോടും ജിൻഡോയോടും തന്നെ പറയുന്നു, വീട്ടിലിരിക്കുന്നവരെയൊക്കെ പറയാം, അമ്മയെ പറയാം, അമ്മൂമ്മയെ പറയാം, ഇതൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് നല്ല വഴക്കായിരുന്നു രണ്ടുപേർക്കും കൊടുത്തത്. കൂടെ വന്ന് ജാസ്മിനെയും പിടിച്ചു. അപ്പം ജാസ്മിൻ ആണെങ്കിൽ ഏതോ ഒരു പ്രശ്നം ബാഡായിട്ട് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തോ വേർഡ്സൊക്കെ യൂസ് ചെയ്ത് ബാഡായിട്ട്. അപ്പോൾ അത് അത്ര കേൾക്കാൻ കൊള്ളാത്തതാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം ലാലേട്ടാ പറഞ്ഞത്, അത് എന്തോ ഒരു പ്രശ്നത്തിന്, അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ലാലേട്ടൻ വഴക്ക് പറയുന്ന കേട്ട ഒന്നും മിണ്ടാനും നാക്കൊണ്ടൊന്ന് തപ്പി നോക്കണം എല്ലാവരുടെ വായിൽ. അത്തമാതിരിയുള്ള രീതിയിൽ മിണ്ടാൻ പറ്റാത്ത മാതിരിയായിപ്പോയി എല്ലാവരും. ആ ലെവലിലാണ് അവർ ഇന്ന് വന്ന് ഫയർ ചെയ്തേക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് അഡൽട്ട് സോളി എന്ന് പറഞ്ഞിട്ട് അതൊരു ടാസ്കുമല്ല, ആ കലിപ്പിൽ ചെയ്തേക്കുന്നത് അതൊരു ബാഡ്ജാണ്. അപ്പോൾ ഈ മെമ്പേഴ്സ് എല്ലാം ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ആ മെമ്പേഴ്സിനെല്ലാവരോടും ഈ നിങ്ങൾക്ക് ഈ മോശമായിട്ടുള്ള ഇതായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് ഈ ഇതിടാം. അഡൽട്ട് സോളി എന്ന കുട്ടികളൊന്നും കേൾക്കാനും കാണാനും പാടില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇവരിൽ ആരെയാണ് അതുപോലെ ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പം പരസ്പരം ഇവർ ഈ മെമ്പേഴ്സ് എല്ലാം ആർക്കാ അവരെ അങ്ങനെ തോന്നുന്ന അവർക്ക് വന്നിട്ട് ഈ ഒരു ബാഡ്ജ് ഇടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പലരും അങ്ങനെ ബാഡ്ജൊക്കെ ഇട്ടു. ജിൻഡോയ്ക്കാണെങ്കിൽ കുറേ ആൾക്കാർ ജിൻഡോ മോശമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ജിൻഡോയിൽ നിന്നുണ്ടെങ്കിൽ അവരത് എടുത്തു പറഞ്ഞു. ഗബ്രിയെയും പറഞ്ഞു. യമുനയാണ് ഈ ജാസ്മിൻ്റെ കാര്യത്തിൽ കുറേ പറഞ്ഞിങ്ങനെ മോശമായ കാര്യങ്ങൾ സംസാരിച്ചെന്ന ഏതോ ഒരു സമയത്ത് അവിടെ സംഭവം നടന്നു, ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീരേഖയാണെങ്കിൽ ശ്രീരേഖയാണെങ്കിൽ ജാൻമണി ഇങ്ങനെ മോശമായിട്ട് ബിഹേവിയർ അവർ അങ്ങനെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവർക്കൊക്കെ ബാഡ്ജൊക്കെ ഇട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് ജിൻഡോയ്ക്കാണ് ബാഡ്ജ് കിട്ടിയേക്കുന്നത്. 9 പേര് ഇട്ടിട്ടുണ്ട്.
പിന്നെ ആണെങ്കിൽ ഗബ്രിക്ക്, ഇവർ രണ്ടുപേരാണ് മെയിനായിട്ടും കൂടുതലായിട്ട് ഇങ്ങനെ വഴക്കിട്ടപ്പം അനാവശ്യമായ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. കേൾക്കാൻ കൊള്ളാത്ത ഭാഷ ഉപയോഗിച്ചു, അങ്ങനെയൊക്കെ രീതിയിൽ. അപ്പോൾ ഗബ്രിക്കും കിട്ടി. ഗബ്രിക്ക് 3 എണ്ണം കണ്ടാന്ന് തോന്നുന്നു കിട്ടിയേ, 3 ബാഡ്ജ്. അപ്പോഴങ്ങനെ ലാലേട്ടൻ ഭയങ്കര കലിപ്പിലാണ് ഇരിക്കുന്നത്. ഇവരെല്ലാവരും ഇന്നാണ് ഇപ്പോൾ ശരിക്കും കിട്ടിയേക്കുന്നത് ജിൻഡോയ്ക്കും ഗബ്രിക്കും ജാസ്മിനുമാണ് ശരിക്കും കൊടുത്തേക്കുന്നത്. ജാസ്മിന് പിന്നെ ഈ ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ നല്ല പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഗ്യാസിൻ്റെ അവിടുത്തെ നടന്ന ഒരു പ്രശ്നം വന്നിട്ട് ആരാണെന്ന് കണ്ടുപിടിച്ചത് ഇപ്പോൾ ജാസ്മിനാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇത്രയും നേരം അതാണ്. അതിനുശേഷം ലാലേട്ടനാണെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ജാസ്മിനാണെങ്കിൽ തലയിലൊക്കെ ഇങ്ങനെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജാസ്മിൻ അറിയാതാണോ ഇരിക്കുന്നത്, ജാസ്മിനാണ് ചെയ്തത്. എന്തായാലും പിടിക്കുമെന്ന് ഓർത്തിട്ടാണോ എന്നറിയത്തില്ല, ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നെന്ന് അങ്ങ് തോന്നിപ്പോവാണേ. ഞാൻ എന്താ പിന്നെ ഓർത്തെന്ന് വെച്ചാൽ, ഈ ഗ്യാസിൻ്റെ ഈ പ്രശ്നം ഇവിടെ ഈ വീട്ടിൽ നടന്നല്ലോ കുറേ ബിഗ് ബോസ് വീട്ടിൽ. ആ സമയത്ത് പിന്നെ ഈ രതീഷ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുമല്ലായിരുന്നു പ്രശ്നം. ഒരു പുകില് തന്നെ ഇതിൻ്റെ അപ്പുറമായിരുന്നു തന്നെ അവിടെ. എന്താണ് ആ ജാൻമണി ഇവരെല്ലാം ഫസ്റ്റ് വന്ന സമയത്ത് ജാൻമണി സിഗരറ്റ് ഈ ഗ്യാസിൽ നിന്ന് കത്തിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ആ പ്രശ്നം തന്നെ വീട്ടിൽ നടന്നത്. ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ അത്? എന്തൊരു വഴക്കായിരുന്നു അത്. അപ്പം ഈ രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല കളി ആ ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ. ഇതിനകത്താണെങ്കിൽ ഈ സമയത്താണ് പിന്നെ ഇവരാണെങ്കിൽ ജാസ്മിൻ പറഞ്ഞു ഇവർക്കാണെങ്കിൽ ഫുഡ് ഇതെല്ലാം ഇങ്ങനെ ചില പണിഷ്മെൻറ്റിനാണെങ്കിൽ ഇവർ ഈ ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നാണ് 1000 പോയിൻ്റ് എന്തോ കട്ട് ചെയ്തു. ഇങ്ങനെ എന്തോ ഈ ജാൻമണിയോട് ക്യാപ്റ്റനാണല്ലോ ഇപ്പോൾ ജാൻമണി. അപ്പോൾ ജാൻമണിയോട് എത്ര കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ജാൻമണി 500 എന്ന് പറഞ്ഞു. ഈ 500 പിന്നെ എത്ര 500 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് 500 കട്ട് ചെയ്യേണ്ടടുത്ത് ലാലേട്ടനാണെങ്കിൽ 1000 കട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ അബദ്ധത്തിലിരിക്കുക. അപ്പോഴത്തേന് ജാസ്മിൻ ആണെങ്കിൽ പറഞ്ഞു ലാലേട്ട വീട്ടിലാണെങ്കിൽ സാധനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഉപ്പ് കൂടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ലാലേട്ടൻ ഒന്നുകൂടെ ദേഷ്യം വന്നു. ഉപ്പില്ലെങ്കിൽ അത് മേടിക്കേണ്ട നിങ്ങളുടെ ചുമതലയാണ്. ബോർഡിനകത്ത് എഴുതിയാണല്ലോ ഇവർ മേടിക്കേണ്ടത്. ഇവർ ഉപ്പ് മേടിച്ച് കാണത്തില്ല, അത് കാരണം ഉപ്പില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ അത് അവതരിപ്പിക്കുന്നു അവിടെ ഉപ്പില്ലായിരുന്ന കാര്യമൊക്കെ. അതിനൊക്കെ നല്ല വഴക്കൊക്കെ കേട്ടോ. വീട്ടിലുള്ളവരല്ലേ അത് നോക്കണ്ടേ. ഈ ജാസ്മിൻ ഇപ്പോൾ ഉപ്പ് ഇല്ലെന്ന് പറയുന്നത് ജാസ്മിൻ സർവ്വസമയവും ഗബ്രി കൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്തെ ഇതൊക്കെ ആലോചിച്ചിട്ട് അവർ ബോർഡിൽ എഴുതുന്ന ആ സമയത്തിന് ഇത്ര സമയത്തിനകത്തല്ല തീർക്കണമെന്നുണ്ടല്ലോ. ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുതാനും പിന്നെ എഴുതിയ സാധനം കിട്ടത്തുമില്ല. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നോണ്ടിരിക്കുക എഴുതുന്ന ഒരു സ്പീഡ് എഴുതുന്നത്. അപ്പം ഈ ജാസ്മിനൊക്കെ അന്നേരം എന്തുകൊണ്ട് പറഞ്ഞില്ല? എപ്പോഴും പോയി വർത്താനം പറഞ്ഞിരുന്നാൽ ഇതൊക്കെ കിട്ടുമോ? അപ്പോൾ ലാലേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ജിൻഡോയുടെയും ഗബ്രിയുടെയും കാര്യത്തിൽ ബിഗ് ബോസ് എന്താണെന്ന് തീരുമാനം എടുക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞിട്ട് പോയ ആ ഒരു ഗ്യാപ്പിൽ നോക്കുമ്പം ബിഗ് ബോസ് ആണെങ്കിൽ ജിൻഡോയോടും ഗബ്രിയോടും പറഞ്ഞു പ്രധാന വാതിൽ വഴി നിങ്ങൾ വെളിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ തന്നെ പ്രധാന വാതിൽ വഴി വെളിയിൽ പോവുകയെന്ന് പറയുമ്പം അവിടുന്ന് ബിഗ് ബോസ് വീട്ടിനകത്തുനിന്ന് പുറത്താകുന്ന മാതിരി ഒരു ഫീലിങ്സ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യം അത്ര തന്നെ, ഇവരെ പുറത്താക്കാൻ പോകുന്ന കുറച്ചൊക്കെ മനസ്സിലായി ഇവർക്ക്. പിന്നെ ബിഗ് ബോസ് വീട്ടിനകത്തെ ആൾക്കാർ പലർക്കുമേ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. എല്ലാവരോടും ചെറുതായിട്ടൊക്കെ ഒരു യാത്ര പറച്ചിൽ പോലൊക്കെ ആക്കി. എന്നിട്ട് ആദ്യം ജിൻഡോ ഇറങ്ങി, പിന്നാണെങ്കിൽ ഗബ്രി പോയി. ഗബ്രി എല്ലാവരും കുറച്ച് പേരൊക്കെ ആലിംഗനം ചെയ്തൊക്കെ വിട്ടെങ്കിലും പിന്നെ വാതിൽക്കൽ ചെന്നപ്പോഴത്തേക്കിന് ഡോറിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ തിരിച്ച് കൈ പോവാന്ന് കാണിച്ചപ്പോഴത്തേക്കിന് ഇവിടുന്ന് ജാസ്മിൻ ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തി. അവിടെയും പിന്നെ ഒരു ഹഗിങ്, ഒരു സീനും, ഒരു കരയുന്ന അത്ര ഫേസ് നമ്മൾ അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ആണെങ്കിൽ ജിൻഡോയുടെ കാര്യത്തിൽ ജിൻഡോ പോകുമ്പോൾ വന്നിട്ട് പലരും യാത്രയൊക്കെ ചെറുതായിട്ട് നടത്തിയെങ്കിലും ജാൻമണിയൊക്കെ ഇതുപോലെ ഹഗ് ചെയ്ത് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഇവർ പോയി ഡോറ് അടഞ്ഞു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ജാസ്മിൻ്റെ മുഖത്ത് നല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ജാസ്മിൻ്റെ ഒരു നല്ല ഫ്രണ്ടാണല്ലോ ഗബ്രി. അപ്പം ഇവർ രണ്ടുപേരും ജാസ്മിന് വന്ന സമയം തൊട്ടേ ഗബ്രിയാണ് എല്ലാത്തിനും ഹെൽപ്പ്, ഗബ്രിയാണ് കൂടെ, ഗബ്രിയാണ് ഒരു മനസ്സിനൊരു ആശ്വാസം അവിടെ ഉള്ളതിൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഗബ്രി പുറത്ത് പോയല്ലോ ഇപ്പം.
അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പം അതിനുശേഷം പിന്നെ ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ എല്ലാവരും ഒരു ടാസ്ക്, ആ ടാസ്കിന് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ബൗളിനകത്ത് ഒരു പേപ്പർ ഇങ്ങനെ എഴുതി ചുരുട്ടിയിട്ടേക്കുന്ന, കൂടുതൽ അതെന്താ നിറയെ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇവർ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചുള്ള എണ്ണം. അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ പല സിനിമകളുണ്ടല്ലോ, ആ സിനിമകളിലെ ഡയലോഗ്, പ്രധാനപ്പെട്ട ഡയലോഗ് ഉണ്ടല്ലോ, നല്ല ആൾക്കാരെ ഭയങ്കരമായിട്ട് ആകർഷിച്ച ഡയലോഗുകളുണ്ട്. അപ്പോൾ ആ ഡയലോഗുകൾ വന്നിട്ട് ഇവർ ഈ ആർക്കാണ് കിട്ടുന്നതെന്നാൽ അതിൽ ഇവർക്ക് ബിഗ് ബോസിൽ ഇപ്പം നമ്മൾ കാണുന്ന പ്രേക്ഷകരും അതിനോടുള്ള പലർക്കുമേ പിന്നെ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്ന പലരുടെ എതിരാളികൾ ആരാന്നറിയാം. അപ്പം അങ്ങനെ തോന്നുന്ന ആൾക്കാരോടാണ് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യണം. ഇപ്പം ചിരിക്കുന്ന മാതിരിയുള്ളതാണ് ആ ഒരു ഡയലോഗെങ്കിൽ അത് കരയുന്ന മാതിരി പറയുക, എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റാണ് അത് പറയേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ആണെങ്കിൽ യമുനയാണെങ്കിൽ ഒരെണ്ണം എടുത്തത് നല്ല ചിരിക്കുന്ന തരത്തിലുള്ള ഒരു ഡയലോഗായിരുന്നു. പക്ഷേ അത് വന്നിട്ട് ശ്രീരേഖ പറഞ്ഞു അത് ഭയങ്കര ദേഷ്യത്തോടെ പറയണമെന്ന് പറഞ്ഞിട്ട് യമുന നന്നായിട്ട് അത് ചെയ്തു. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു അവിടെ. അങ്ങനെ ഓരോരുത്തരോടും ലാലേട്ടനാണെങ്കിൽ ഇതിങ്ങനെ ഈ ടാസ്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലർക്കൊക്കെ ഇവർ രണ്ടുപേരും വെളിയിൽ പോയിട്ടുണ്ട്, അവരുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല, അതിൽ വലിയ ആകാംക്ഷയും അതിൽ വലിയ വിഷമവുമായിട്ടിരിക്കുന്നവരുമുണ്ട്. പക്ഷേ അവരുടെ ടാസ്ക് ലാലേട്ടൻ പറയുന്ന സമയത്ത് അവർ ടാസ്കൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്തു. ഉള്ളിലെ വിഷമങ്ങളൊക്കെ വന്നിട്ട് പുറത്തങ്ങനെ എപ്പോഴും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇവരാണെങ്കിൽ ജിൻഡോയെയും ഗബ്രിയെയും അവിടെ ബിഗ് ബോസ് വന്നിട്ട് പുറത്ത് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അവരെ പോയി, അവരെ ആണെങ്കിൽ ലാലേട്ടൻ അപ്പം തന്നെ ഈ വീട്ടിലുള്ള മെമ്പേഴ്സ് ഒന്നും അറിയാതെ തന്നെ പ്രേക്ഷകരോട് ആയിട്ട് പറഞ്ഞു, പിന്നെ ഇവരെ ഞാൻ കുറച്ച് സമയത്തേക്ക് മാറ്റി നിർത്തുവാണ്, പിന്നെ ഒരു തീരുമാനമായിട്ട് ഇവരെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം, ചിലപ്പോൾ അകത്ത് തന്നെ കൊണ്ടുവരും, പക്ഷേ ഇപ്പം തൽക്കാലത്തേക്ക് അവർ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇത് വീട്ടിലുള്ളവരാരും അറിയുന്നില്ല. ഇവരാണെങ്കിൽ പലരും വിചാരിച്ചേക്കുന്നത് ഇവരെ പുറത്ത് പോയി, ഇനി ഇവർ പുറത്താക്കിയേക്കുക, വരുത്തില്ലെന്ന് അങ്ങനെ ഒരു 80% അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ വളരെ ചില ആൾക്കാർക്ക് വളരെ സങ്കടവും ചില ആൾക്കാർക്ക് സങ്കടമില്ലാന്ന് തന്നെ നമുക്ക് പറയാം. ചിലർ വന്നിട്ട് ഈ അഭിനയവും കൂടെ ഉണ്ടല്ലോ, അവരുടെ ഉള്ളിൽ പോകട്ടെന്നായിരിക്കും, പക്ഷേ അത് പ്രത്യക്ഷത്തിൽ അത് പറയത്തില്ല, അവർക്ക് ഇതിൽ വിഷമം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുണ്ടല്ലോ ആൾക്കാർ. അപ്പം അതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ ഈ ടാസ്കും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് കൊടുത്തതിന് ശേഷം ആ ബ്രേക്ക് സമയത്താണെങ്കിൽ റസ്മിനും ജാസ്മിനും കൂടി ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെ വിചാരിച്ചില്ല, ഇവർ വന്നിട്ട് എന്തെങ്കിലും ഈ കൈവച്ചാലൊക്കെ പുറത്താക്കത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ സിജോയെയും ഈ റോക്കിയും കൂടെ കൈവച്ചപ്പോഴാണല്ലോ പുറത്താക്കിയത്. പക്ഷെ അല്ലാതെ അങ്ങനെയൊന്നും ഫിസിക്കൽ ഒരു അറ്റാക്കൊന്നും ഇല്ലാതെ തന്നെ ഇവർ വന്നിട്ട് പുറത്താക്കുമെന്നുള്ളത് ഇപ്പോൾ ഇവർക്കത് മനസ്സിലായിട്ട് ഇവർ അതിനെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെയും പുറത്താക്കും, ഇങ്ങനെ വേണ്ടാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചാലും പുറത്താക്കുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ ആ സമയത്ത് തന്നെ ജാസ്മിൻ ചോദിക്കുന്നത്, ഞാനാ അല്ലേ ഗ്യാസ് വന്നിട്ട് തുറന്നു വിട്ടേ, അപ്പോൾ ജാസ്മിൻ അത് അറിയാത്ത മാതിരി അതും പറയുന്നു. അങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്നാണ് പിന്നെ വന്ന് ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞത്. അപ്പം ബിഗ് ബോസിനോട് ചോദിച്ചു, ലാലേട്ടൻ ചോദിച്ചു, എന്താ ഇവരെ എന്ത് ചെയ്യണം, എന്താ ഇവരുടെ മേലെ നമ്മൾ ആക്ഷൻ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അവരൊരു വലിയൊരു ഒരാൾക്കോ രണ്ടുപേർക്കോ അല്ലെങ്കിൽ ലാലേട്ടനോ ബിഗ് ബോസിനോ ഒന്നും മാത്രമായിട്ട് തീരുമാനം എടുക്കാവുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് വേറെ ഒരു ഇതാണല്ലോ ഇത് ബിഗ് ബോസ് എന്നൊരു ഈ ഒരു പ്ലാറ്റ്ഫോം. ലാലേട്ടൻ പറഞ്ഞ് എന്താ ഇവരെ നമ്മൾ ഇപ്പം എന്താ തീരുമാനം എന്ന്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഞാൻ പലതവണ വാണിംഗ് കൊടുത്തതാണ്, ഇനി ലാലേട്ടൻ തന്നെ മോഹൻലാൽ തന്നെ അതിന് വന്നിട്ട് എന്താണെന്ന് അതിന് ഡിസിഷൻ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ലാലേട്ടനാണെങ്കിൽ ഇവരെ അകത്ത് വാണിംഗ് കൊടുത്തിട്ട് ഇവരെ അകത്ത് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഇവരിങ്ങനെ ചെയ്തതിന് കുറേ ഇപ്പോഴത്തേക്ക് അവരോട് വന്നിട്ട് അവരെ അകത്ത് കൊണ്ടുവരാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചപ്പോൾ അവരാണെങ്കിൽ അവർക്ക് അകത്ത് വരണമെന്ന് അവർ പറയുന്നത്. അപ്പോൾ ആണെങ്കിൽ ജിൻ്റെ ആണെങ്കിൽ അങ്ങ് തൊഴുത് പിടിച്ച് അങ്ങ് പറയാം, ലാലേട്ടൻ ഞങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ പുറത്ത് പോയാൽ ഞങ്ങൾക്ക് ആകെ നാണക്കേടാവും, അതായതാന്ന് പറഞ്ഞിട്ട് അങ്ങ് കരഞ്ഞ് ഇതാവുക. അപ്പോഴത്തേക്കിന്
ലാലേട്ടൻ അത് നിങ്ങൾ നേരത്തെ ചിന്തിക്കണമായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും മോശമായിട്ടുള്ള ഇത് വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ ചിന്തിക്കണമായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. ഈ കൂടുതൽ എന്താ ഇവരുടെ പ്രശ്നം എന്നാൽ വീട്ടിൽ കുടുംബത്തിലുള്ളവരെയും പറഞ്ഞ് അച്ഛനമ്മമാരെയൊക്കെ പറഞ്ഞതാണ് ഇവരെ കൂടുതൽ പ്രശ്നമായിട്ട് എനിക്കത് തോന്നുന്നത്. എന്നെയാണെങ്കിൽ അപ്പോൾ ജിൻഡോ പറയുന്നു അവൻ എന്നെ പറഞ്ഞു, ഞാനപ്പോൾ അവൻ്റെ അച്ഛനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇനി ഒന്നും പറയത്തില്ല ലാലേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞു. അത് ശരി, ഞാൻ മാത്രമല്ലല്ലോ ഇപ്പം നിങ്ങളകത്ത് ചെല്ലണമെന്ന് വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടോയെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വീട്ടിനകത്ത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിക്കുന്നു ഓരോരുത്തരുടെ അഭിപ്രായം. പലരുമേ കൊണ്ടുവരണമെന്ന് പറയുന്നു. പലരും പറഞ്ഞു അവർക്ക് ഇവർ ചെയ്തത് ശരിയല്ല, പക്ഷെങ്കിൽ അതിനെ വന്നിട്ട് ഇവരെ ഒന്ന് വാണിംഗ് ചെയ്തിട്ട് അകത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശക്തമായിട്ട് ഇവർ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അത് കാരണം പലപ്പോഴും ഇവരിങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ പുറത്താക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞത് ഒരേ ഒരാളാണ്, അത് നോറയാണ്. നോറ ആ വാക്കിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. മറ്റുള്ളവരെല്ലാം അവരെ കൊണ്ടുവരാൻ പറയുമ്പോഴും നോറ വന്നിട്ട് കൊണ്ടുവരണ്ടെന്ന് തന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ വന്നിട്ട് ഇവരോടായിട്ട് തിരിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു, ഇങ്ങനെ കണ്ടില്ലേ പല ആൾക്കാരും അങ്ങനെ നിങ്ങളെ വരണ്ടെന്നും പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ജിൻഡോയാണെങ്കിൽ എന്നെ ഇല്ല വരണമെന്ന് പറഞ്ഞിട്ട് ആകെ സോറിയൊക്കെ പറഞ്ഞ് ഇതായി. അതിനുശേഷം പിന്നെ ഇതിപ്പോൾ നോറയാണെങ്കിൽ കൊണ്ടുവരാൻ അവരെ പുറത്താക്കുന്നത് തന്നെയാണ് നല്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലാലേട്ടൻ പറഞ്ഞു എല്ലാവരും ഒരു സൈഡ് കൊണ്ടുവരാൻ പറയുമ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അവരെ എതിർത്ത് പറഞ്ഞേക്കുന്നതെന്നും ആവർത്തിച്ച് പറയുകയും ചെയ്തു. നോറയ്ക്കൊട്ടും ഇഷ്ടമല്ല അവരെ രണ്ടുപേരെ അകത്ത് കൊണ്ടുവരും. നോറ അല്ലെങ്കിൽ തന്നെ നോറ ഈ ജിൻഡോയുമായിട്ട് വലിയ വഴക്കും പ്രശ്നങ്ങളും ജിൻഡോയുടെ കാരണം കൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ നടത്തിയിരുന്നതായിരുന്നു. അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു നോറയ്ക്ക് അതൊക്കെ ഉണ്ടാവും മനസ്സിലേ. അപ്പം അങ്ങനെ ഒരു പേഴ്സൺ അവിടുന്ന് പോകുന്നത് വന്നിട്ട് ആരായാലും അതല്ലേ ഇഷ്ടപ്പെടത്തുള്ളൂ. ഇതിപ്പം ഒരു വീട്ടിലുള്ളവരാണേലും അവരെല്ലാം മത്സരിക്കാൻ തന്നെ വന്ന് ഇരിക്കുന്നവരല്ലേ. അപ്പോൾ ആ ഒരു മാനസികമായിട്ട് അവർക്ക് എല്ലാവരിലും അങ്ങനെ സ്നേഹവും ഇഷ്ടവും ഒന്നും വരണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ആണെങ്കിൽ വീട്ടിനകത്തേക്ക് ശരി എന്നാൽ വാണിംഗ് ഒക്കെ കൊടുത്തു, ഇനി ഇതൊന്നും ആവർത്തിക്കരുതെന്നുള്ള രീതിയിൽ പല വാണിംഗും കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ ജിൻഡോയാണെങ്കിൽ അവിടെ മുട്ടുകുത്തി അങ്ങ് തൊഴുതു. അതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടുപേരും കൂടെ അവിടെ ജിൻഡോയും ഗബ്രിയും കൂടെ ഇങ്ങനെ കഴുത്തിൽ കൈയിട്ട് കെട്ടി പിടിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ വന്ന് വീട്ടിനകത്തേക്ക് കയറുമ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് കയറി ഗബ്രി ആദ്യം ഇങ്ങ് പോന്നു. ജിൻഡോയാണെങ്കിൽ അത് മെയിൻ എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെയും മുട്ടുകുത്തി തൊഴുത് എല്ലാവരെയും എന്നിട്ടാണ് കയറി വന്ന്. ജിൻഡോയ്ക്ക് എന്തോന്നറിയത്തില്ല, ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ്, ഒരു എന്തോ കപ്പ് നേടണം, അതെന്തോ ഒരു ഇത് മാതിരി, അത് കപ്പ് നേടിയെടുക്കണമെന്നുള്ള ഒരു മനസ്സിനകത്തുള്ള ഒരു ഇതുണ്ടല്ലോ, അത് തെറ്റ് ചെയ്യുന്നെന്നുള്ളൊരു തോന്നലാണോ എന്തോ അറിയത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഗബ്രി അപ്പോൾ കയറി വന്നു. അപ്പോൾ അപ്പോഴത്തേക്കാണെങ്കിൽ ജാസ്മിൻ ഇവിടെ ഒരിടത്ത് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാവുന്ന ഉടനെ ഇങ്ങനെ ഡോറ് തുറക്കുന്ന നോക്കുമ്പോൾ ജാസ്മിൻ ഗബ്രി ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തു. അവരുടെ കൂടെ ഓടി റസ്മിനും അങ്ങനെ തന്നെ. അങ്ങനെ ഇവർ പിന്നെ എല്ലാവരും വീട്ടിൽ വന്നു. ഇപ്പോൾ ആണെങ്കിൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജിൻഡോയും ഗബ്രിയും എല്ലാം വീട്ടിനകത്ത് പോയി. അപ്പോൾ എല്ലാവരും ഇപ്പം ലിവിങ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഒരു ടാസ്ക്, അതായത് ഇപ്പം നോമിനേറ്റ് ആയിട്ടുള്ള പുറത്തു പോകാനേ ആയിട്ടുള്ളത് കുറേ പേരുണ്ട്. അപ്പോൾ അതിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ടാസ്ക്. അപ്പം ഇന്നാണെങ്കിൽ ഒരാൾ വെളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ആ ആളിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡ്, അതിലൊരു ഇങ്ങനെ ഒരു റൗണ്ടിലൊരു അതിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് കറക്കുന്ന ഒരു ഇതുണ്ടല്ലോ. പക്ഷേ ഇത് കറങ്ങുന്നതല്ല, അങ്ങനെ തന്നെ അതിലൊരു 5-6 കളമായിട്ടുണ്ട്. അതിൽ ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ഡൈസ് എടുത്ത് ഇടും. അതിൽ വരുന്ന നമ്പർ, ആ നമ്പറിലാണെങ്കിൽ ഇത് ആ ഫ്രണ്ടിൽ ആ പേപ്പർ കീറുമ്പം ആ ഫോട്ടോ കാണും. അപ്പോൾ അവർ വന്നിട്ട് സേഫായി. വേറെ ഓരോരുത്തർ പോയാണ് ഇത്
ഇങ്ങനെ ഡൈസ് ഇട്ടിട്ട് ആ നമ്പർ ചിലപ്പോൾ വന്ന് മാനസികമായിട്ടോ അല്ലെ ബിഗ് ബോസ് വീട്ടിനകത്തോ എതിരികളായിരിക്കും. അവർക്ക് ആ ആൾ തന്നെ അവർ എതിരെയായിരിക്കും ഇങ്ങനെ ഡൈസ് ഇട്ടിട്ട് ഫോട്ടോ ചെയ്തെന്ന്. എന്നാലും ഇത് അവർക്ക് കൊണ്ടുപോയി ഒരു ഫ്ലവർ അവിടെ വെച്ചിട്ടുണ്ട്. ആ ഫ്ലവർ കൊണ്ട് കൊടുത്തിട്ട് അവർ വന്നിട്ട് സേഫ് ആയി എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് 3 പേര് അവശേഷിച്ചു. ഈ 3 പേര് അവശേഷിക്കും വരെയായിരുന്നു ഈ ഒരു കളി. ഈ ഡൈസ് എടുത്തിട്ട് അതിൻ്റെ നമ്പർ വെച്ചിട്ട് ഈ പേപ്പർ കീറി ഫോട്ടോ കാണുമ്പോൾ അങ്ങനെ. അതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് 3 പേര് അവശേഷിച്ചു. അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നോറ, യമുന, ഹൃഷി, ഇവർ 3 പേരും. ഇനി ഇവർ 3 പേരിൽ ഒരാളാണ് ഈ ആഴ്ച ഇന്നത്തെ ദിവസം പുറത്ത് പോകേണ്ടതായിട്ടുള്ള. അപ്പോൾ അതാണെങ്കിൽ 3 പേരുണ്ട്. ആ 3 പേർക്കായിട്ട് അവർ ഈ ടാസ്കൊക്കെ നടക്കുന്ന അവരുടെ വേറൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു സ്റ്റാൻഡിൽ ഒരു ബോക്സിന് ഓരോ സ്റ്റാൻഡിലും ഓരോരോ ബോക്സ് പോലെ സ്ക്വയറിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവരാണെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടൻ പറയുന്നത് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആ ടാസ്കിൻ്റെ ഇതിനകത്തുള്ള അതിനകത്ത് ആ ടാസ്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ വായിക്കുമല്ലോ. അപ്പോൾ അത് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ കൈ ഇടുമ്പോൾ കയ്യിൽ ചുമന്ന ചായം വരുന്നവരാണ് ഇന്ന് പുറത്ത് പോകേണ്ടതായിട്ടുള്ള. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് വന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ 3 പേരും കൈയിട്ട് നോക്കുമ്പോൾ കൈ പൊക്കിയെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് യമുനയുടെ കയ്യിലാണ് ചുമന്ന ചായമാകുന്നവരാണ് ഇന്ന് പുറത്ത് പോകുന്നത്. അപ്പോൾ യമുനയുടെ കയ്യിൽ അത് തീരുമാനമായി യമുനയാണ് ഇന്ന് പോകുന്നതെന്ന്. അപ്പോൾ യമുന ഇന്ന് പുറത്ത് പോകുന്നുള്ള കാര്യം അറിഞ്ഞ ആ നിമിഷമേ നമ്മുടെ ജാനുമണി അങ്ങ് വീണ് കരയുമായിരുന്നു. ഭയങ്കര കരച്ചിലാണ്. താഴെ കിടന്ന് ഉരുണ്ട് പിരണ്ട് കരച്ചിലായിരുന്നു. അപ്പോഴത്തേക്കിന് യമുന കരയാതെ ജാനുമണി യമുന ആൾക്കാരെല്ലാം കൂടി അങ്ങനെ വേറെ ആരും വന്ന് കരയുന്ന മാതിരി ആരുമില്ല. അതങ്ങനെ ലാസ്റ്റ് വരെ നീണ്ടു നിന്ന് കേട്ടോ ആ കരച്ചിലേ, നിർത്തിയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ പിന്നെ യമുന യാത്ര അയക്കണമല്ലോ. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ പലർക്കും ഒന്നും ഉണ്ടായിരിക്കും, പറയാൻ പറ്റത്തില്ല. കാര്യം അവിടുത്തെ ലാസ്റ്റ് സമയത്ത് ഇതൊക്കെയെന്ന് പറയുമ്പോഴേ ഒരുപാട് പേർക്കും വന്നിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം വിദ്വേഷങ്ങളൊക്കെ തന്നെയാണല്ലോ. ഇപ്പം തന്നെ ഈ ഗബ്രിയും ജിൻഡോയും പിന്നെ അകത്ത് കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോൾ തന്നെ നോറയാണെങ്കിൽ വേണ്ടാന്ന് തന്നെ സ്പഷ്ടമായിട്ട് പറഞ്ഞു. വേറെ പലരും കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴും അവർക്ക് കൊണ്ടുവരണമെന്നുള്ള പൂർണ്ണ മനസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ പറഞ്ഞതാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അപ്പം ഈ യമുന പിന്നെ റെഡിയായി. പിന്നെ ലാലേട്ടൻ്റെ അടുത്തോട്ട് ചെന്നു. അവിടെ പിന്നെ ഇതിന് പോകുന്നതിന് മുമ്പ് തന്നെ യമുന പലരോടും വന്നിട്ട് നന്നായിട്ട് കളിക്കണം, ജിൻഡോയോടൊക്കെ നീ സംസാരിക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം, മോശമായിട്ടുള്ള വാക്കുകളൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം ഇതുണ്ടല്ലോ, അവരെ നേരത്തെ വന്ന് കയറിയപ്പം തൊട്ടുള്ള അവരുടെ മൊത്തത്തിലൊരു ഇത് കാണിക്കുമല്ലേ, അതുവരെയുള്ള ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. അതിൽ തമാശയായാലും ദേഷ്യപ്പെട്ടായാലും ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീലിങ്സ് വന്നിരിക്കുന്ന പല സന്ദർഭങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലാണെങ്കിൽ യമുനയുടെ ലാസ്റ്റിൽ അന്നേരം പറഞ്ഞതല്ല, നേരത്തെ ഈ വീട്ടിനകത്ത് നടന്നേക്കുന്നതും അതും ഇങ്ങനെ കാണിച്ചു. യമുനയുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞതും ലൈഫിൽ വന്നിട്ട് ഒറ്റപ്പെട്ടതും കുട്ടികൾ അമ്മയെ മതിയെന്നും പറഞ്ഞ് അമ്മയുടെ കൂടെ വന്നതും അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഓർമ്മകൾ വന്നിട്ട് അത് ഒരു വല്ലാത്ത ഫീലിംഗ്, അവർ ഭയങ്കര സങ്കടം പൊട്ടിയിട്ടായിരുന്നു അത് പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്തോ അമ്മയുടെ കാര്യം പറയുന്നില്ല, അച്ഛൻ കുപ്പിപ്പാൽ കൊടുത്ത് വളർത്തിയെന്നും അച്ഛൻ എല്ലാമായിരുന്നെന്നും അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആ ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ യമുന പിന്നെ യാത്ര പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനത് ഇവിടെ വന്നിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ യമുന പോയതിന് ശേഷം പിന്നെ ആണെങ്കിൽ ബിഗ് ബോസ് വീട്ടിനകത്ത് എല്ലാവരും വന്നു. ജാൻമണി ആണെങ്കിൽ അപ്പോഴും ഭയങ്കര കരച്ചിലാണ്, കട്ടിലോട്ട് അങ്ങ് വീണ് കരയാണ്. അങ്ങനെ ഭയങ്കര നിലവിളിയും കരച്ചിലും, അവർ ഒരുമാതിരി ടയേർഡ് മാതിരിയൊക്കെ ആയി. ആ സമയത്ത് പിന്നെ ആണെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ അർജുനാണെങ്കിൽ പൊക്കി എടുത്തുകൊണ്ട് എല്ലാവരും ഉണ്ട് കൂടെ. അർജുൻ ഇങ്ങനെ മൊത്തത്തിൽ അവരെ താങ്ങി എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്കൊക്കെ പോയി. പിന്നെ ആണെങ്കിൽ പിന്നെ യമുന പോയപ്പോഴാണ് യമുനയ്ക്ക് ഒരു സമ്മാനം എല്ലാവരും പോകുമ്പോഴും കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹ സമ്മാനം എനിക്ക് തോന്നുന്നു മിൽമയുടെ ഇതിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്നേഹ സമ്മാനം ആര് പുറത്ത് പോകുന്നത് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും യമുനയ്ക്ക് കൊടുത്തു. അങ്ങനെ യമുന പോയി. അതിന് ശേഷം പിന്നെ നമ്മുടെ ലാലേട്ടൻ യമുനയെ ആശംസിച്ചൊക്കെ പറഞ്ഞു വിട്ടു.
അതിനുശേഷം പിന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് പറഞ്ഞു ഇതുവരെ ഒരു 5 പേര് ഇവിടെ നിന്നിട്ട് പുറത്ത് പോയിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു 5 പേര് ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഒരു 6 പേര് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതുമൊക്കെ അവർക്ക് കൊടുത്തിട്ട് അങ്ങനെ ലാലേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് ബിഗ് ബോസ് വീട്ടിനകത്ത് സംഭവങ്ങൾ. പക്ഷേ ഇന്നാണ് ലാലേട്ടനാണ് ഇതിൻ്റെ ഒരു ഈ എപ്പിസോഡിൻ്റെ ഒരു പാതി വരെ ഭയങ്കര കലിപ്പിലായിരുന്നു. അതിനുശേഷം കലിപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. കുറച്ച് പേർക്കൊക്കെ ജിൻഡോയ്ക്കും ഗബ്രിക്കും ജാസ്മിനും ഒക്കെ ഭയങ്കരമായിട്ട് വഴക്ക് അവർക്ക് കിട്ടിയെന്നാണ് ഞാനിതിൽ മനസ്സിലാക്കുന്നത്.